Hello friends, Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് എരിശ്ശേരി. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് പോകാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ പ്ലീസ് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പമുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നാലും ക്ഷമയോടെ നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം. കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ആയി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ചൂട് കൊണ്ട് ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉടൻ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം എന്ന് പറയുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 4 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അതിനായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകാണ്ട് പ്രത്യേകം നോക്കണേ. മത്തങ്ങയുടെ തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് 2.5 കപ്പ് മത്തങ്ങ ഉണ്ട് കേട്ടോ. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മത്തങ്ങേനെ വേവിച്ചെടുക്കാം. നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തങ്ങ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വൻപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഇതുപോലെ എക്സസ് ഉണ്ടെങ്കിലും ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പം നന്നായിട്ട് ആ വെള്ളം എല്ലാം വറ്റി കിട്ടിക്കോളും. അതുപോലെ തന്നെ മത്തങ്ങ കുറച്ചും കൂടെ വേകാനുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ അരച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണിത്. വളരെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടണം. തുറന്നു വെച്ച് നമുക്ക് ഇതിലത്തെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കിട്ടുന്നവരെ ഇതിനെ വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കറി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊക്കെ അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങയുടെ കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടുള്ള മുളക് പൊടിയും പച്ചമുളകും ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.